ഹലോ ഫ്രണ്ട്സ്, ഞാൻ ടിൻഡു സുബിൻ. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്ക് ചക്കക്കുരു കൊണ്ടൊരു ബീഫ് കറി വയ്ക്കാം. അതായത് ബീഫ് കറി പോലത്തെ ഒരു ചക്കക്കുരു കറി. നമുക്കതിന് വേണ്ടിയിട്ടുള്ള ആ ചക്കക്കുരു നല്ലതായിട്ട് ക്ലീൻ ചെയ്തതിൻ്റെ പുറത്തെ ആ ബ്രൗൺ കളറിലെ തൊലി കളയണമെന്നില്ല. അല്ലാതെ തന്നെ ക്ലീൻ ചെയ്തിട്ട് നമ്മളതൊരു 3-4 പീസായിട്ട് കട്ട് ചെയ്തെടുത്ത് വെക്കുക. അതിനുശേഷം നമുക്കിതൊന്ന് വേവിച്ചെടുക്കേണ്ട ആവശ്യമുണ്ട്. അതിനുവേണ്ടി ഒരു പാത്രത്തിൽ നെകക്ക വെള്ളമെടുത്ത് അതിലേക്ക് ഈ ചക്കക്കുരു ഇട്ടതിന് ശേഷം അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ആവശ്യത്തിന് ഉപ്പും ഇത് ചേർത്ത് നമുക്കിത് വേവിക്കാൻ വയ്ക്കാം. വെള്ളമെല്ലാം വറ്റിയത് വെന്ത് വരട്ടെ. ഇനി നമുക്കൊരു അരപ്പ് ആവശ്യമുണ്ട്. അതിനുവേണ്ടി ഒരു മുറി തേങ്ങ, ഒരു 10-15 ചെറിയുള്ളി, പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം. ഇതാണ് നമുക്ക് അരയ്ക്കാൻ ആവശ്യമായത്. ഇത് നമുക്കൊന്ന് വറുത്തെടുക്കണം. ആദ്യം ഒരു പാത്രം അടുപ്പിൽ വെച്ചതിന് ശേഷം നമുക്കതിലേക്ക് തേങ്ങ ഇടുക. തേങ്ങ ഇടുന്ന ഇളക്കി കൊടുത്ത് അതിനുശേഷം അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ചുവന്നുള്ളി അരിഞ്ഞെടുത്ത് വെച്ചത് അരിഞ്ഞെടുത്ത് വെച്ച് ചുവന്നുള്ളികളിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഒത്തിരി അങ്ങനെ കറുത്ത് പോകുന്ന പോലെ മൂപ്പിച്ചെടുക്കേണ്ട, ഒരു 1/4 ഭാഗം അതുപോലെ ഒന്ന് മൂപ്പിച്ചെടുത്ത് അത് നന്നായിട്ട് മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് ആ പെരിഞ്ജീരകം ഇട്ട് കൊടുക്കാം. പെരിഞ്ജീരകം ആദ്യമേ ഇട്ട് കൊടുക്കരുത്. ആദ്യമേ പെരിഞ്ജീരകം ഇട്ട് കൊടുത്താൽ കരിഞ്ഞു പോവും. അത് കാരണം ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് ആ പെരിഞ്ജീരകം ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ പെരിഞ്ജീരകം ചെറുതായിട്ടൊരു പൊട്ടുന്ന സൗണ്ട് കേൾക്കും. അത് അപ്പോഴത്തേനും നമുക്കിത് മാറ്റി വേറൊരു പാത്രത്തിലേക്ക് വെക്കാം. ഒന്ന് ചൂടാറട്ടെ. ആറിയതിന് ശേഷം നമുക്ക് നല്ല ഫൈനായിട്ടുള്ള പേസ്റ്റ് പോലെ അരച്ചെടുത്ത് മാറ്റി വയ്ക്കുക. ഇനി നമുക്ക് ആവശ്യമുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ്: ഒരു 5-6 വെളുത്തുള്ളി, ഒരു 10-15 ചുവന്നുള്ളി, ഒരു ചെറിയ പീസ് ഇഞ്ചി, പിന്നെ നമുക്ക് ആവശ്യത്തിന് കറിവേപ്പില, പിന്നെ നമുക്ക് വേണ്ട പൊടികൾ അത് ഒരു 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, പിന്നെ നമുക്കൊരു 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ താളിക്കാനുള്ള കുറച്ച് കടുക്. ഇതാണ് നമുക്ക് ആവശ്യം. ഇനി നമ്മൾ പാൻ അടുപ്പിൽ വെച്ചതിന് ശേഷം നമുക്കതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ തന്നെ ഒഴിക്കുന്നതായിരിക്കും നല്ല. വെളിച്ചെണ്ണയ്ക്കൊക്കെ വില കൂടുതൽ, എന്നാലും വെളിച്ചെണ്ണ ഒഴിക്കുക. അതിൻ്റെ അകത്ത് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുവന്നുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി ഇതെല്ലാം കൂടിയിട്ടൊന്ന് വഴറ്റുക. നന്നായിട്ടൊന്ന് വഴറ്റി അതിൻ്റെ ആ പച്ചമണം എല്ലാം മാറി വരുമ്പോഴേക്കും നമുക്ക് നമ്മുടെ പൊടികളൊക്കെ ഇട്ടെടുക്കുക. ആദ്യം മല്ലിപ്പൊടി, പിന്നെ നമുക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടി ഇട്ട് നമുക്ക് ഒന്ന് ഇളക്കാം. ഇളക്കിയതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചക്കക്കുരു ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിൻ്റെ ആ ഗ്രേവിയെല്ലാം ആ ചക്കക്കുരുവിൽ പിടിക്കുന്ന പോലെ നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്നെടുക്കാം. അതിനുശേഷം നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ അരപ്പുണ്ടല്ലോ, അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ്, ആ അരപ്പ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്ത് അരച്ച വെള്ളം ഉണ്ടല്ലോ, അരപ്പിൻ്റെ ആ ജാറിൽ കഴുകിയുള്ള വെള്ളവും കൂടെ നമുക്ക് ഒഴിച്ച് നന്നായിട്ടൊന്ന് അരയ്ക്കുക. പിന്നെ ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി എടുക്കുക. ഇപ്പം നമ്മുടെ ചക്കക്കുരു ഏകദേശം റെഡിയായി. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. നല്ല തിളച്ച് നല്ല അടിപൊളിയായി നല്ല റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കടുക് തളിക്കുക. അതിനൊരു ചീനച്ചട്ടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പാത്രം അടുപ്പിൽ വെച്ച് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം അതിലേക്ക് ചുവന്നുള്ളി ഇട്ട് കൊടുക്കുക. ചുവന്നുള്ളി ഒന്ന് നിറം മാറി ഒന്ന് ചുവന്ന് നല്ല കളറൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് വരുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് കടുകിട്ട് കൊടുക്കാവുന്നതാണ്. കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും നമുക്കതിലേക്ക് കുറച്ച് കറിവേപ്പില, ഒരു 2 കറിവേപ്പിലയും കൂടെ ചേർത്ത് ഒന്ന് മൂപ്പിച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ കറിയിലേക്ക് ചേർക്കാവുന്നതാണ്. നമ്മുടെ കറിയിലേക്ക് ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക. നമ്മുടെ ബീഫ് കറി പോലത്തെ ചക്കക്കുരു കറി റെഡിയായിരിക്കുകയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ചാനൽ ആർക്കെങ്കിലും ഒക്കെ ഒന്ന് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.